ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള വൈറൽ മത്തി ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ മത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു ഫ്രൈങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് അടുപ്പ് ഓണാക്കാതെ തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, പ്ലസ് മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം വെളിച്ചെണ്ണയായിട്ട് അത് നന്നായി മിക്സ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗ ഓണാക്കാൻ പോകുന്നത്. സ്റ്റൗ ഓണാക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് പുളിവെള്ളം, ദെൻ ചതച്ച ഉള്ളി രണ്ടും കൂടി ഇട്ടിട്ട് നന്നായി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി കുഴമ്പ് പോലെ ആക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മത്തി ആഡ് ചെയ്യുന്നത്. ഈ ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വരണം. പുളിവെള്ളത്തിലും ഈ മുളക് പൊടിയിലും വെളിച്ചെണ്ണയിലും കിടന്ന് നന്നായി ഇതായിട്ട് വരുമ്പോഴാണ് നമ്മൾ മത്തി ആഡ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഉപ്പ് ആഡ് ചെയ്യാനും മറന്നു പോകരുത്. നമ്മളങ്ങനെ ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നന്നായി ഒരു കളർ ഇങ്ങനെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന രീതിയിലാക്കി എടുക്കണം. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും. പിന്നെ കുറച്ചും കൂടി പുളിവെള്ളം ചേർക്കാമെന്ന് വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. പുളിവെള്ളം കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ തിക്കായി വന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ നമുക്ക് മത്തി ചേർത്ത് കൊടുക്കാം. മത്തി ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇത് ചെറിയ മത്തിയായിരുന്നു. വലിയ മത്തിയാണെങ്കിലും ചെറിയ മത്തിയാണെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുറേശ്ശെ മസാല ഈ മത്തിയുടെ മുകളിലേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കണം. രണ്ട് സൈഡും മറിച്ചെടുക്കുമ്പോൾ ആവും, പക്ഷേ എന്നാലും കുറച്ചും കൂടി നമ്മളിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതും കൂടി കടന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. സോ നമ്മളിങ്ങനെ ഒരു സൈഡ് മൊരിയാനായിട്ട് ഇട്ട് കൊടുക്കുക. ഇതേപോലെ നിരത്തിയിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ അപ്പുറ സൈഡും കൂടി മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നമ്മൾ മൊരിച്ച് നല്ല ഒരുപാട് മൊരിച്ച് ഇങ്ങനെ വടി പോലെ ആക്കണ്ട. കുറച്ചിങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്ന രീതിയിൽ എടുത്താലാണ് ഈ മസാലയും കൂട്ടി കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ല നെയ്യുള്ള മത്തിയായിരുന്നു, അതാണ് ഇങ്ങനെ പത പോലെ വന്നിരിക്കുന്നത്. നെയ്യ് ഇറങ്ങിയിട്ട് മത്തിന്ന് അങ്ങനത്തെ മത്തിയാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റായിരിക്കും. നമ്മളിപ്പോൾ ഇത് ഒരു സൈഡ് മൊരിച്ചു, രണ്ടാമത്തെ സൈഡിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മസാലയും ഒക്കെ രണ്ട് സൈഡിലും പിടിച്ചു കിട്ടും. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡ് നമ്മൾ ശരിക്കും മസാല പുരട്ടി വറുത്തെടുത്ത മീൻ പോലെ തന്നെ മസാലയുണ്ട് അതിലൊക്കെ. രണ്ട് സൈഡും നമ്മളിപ്പോൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വൈറൽ മത്തി ഫ്രൈ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം.